നമുക്ക് ഈ ചുറ്റുപാടും കാണാം. ഇതിപ്പം അല്പം തണലുള്ള ഇടമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറേയധികം മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട്, കച്ചവടക്കാരുണ്ട്. അത്തരത്തിൽ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വാളകത്ത് നിന്ന്, കൊട്ടാരക്കര വാളകത്ത് നിന്ന് ഒരു കുടുംബം മുഴുവൻ എത്തിയതാ ഇവിടെ രാവിലെ വന്നിരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കര എന്നല്ലേ എല്ലാ പൊങ്കാലയ്ക്കും വരാറുണ്ടോ? 9 വർഷമായി വന്നവിടെ ആണല്ലേ. എപ്പോ എത്തി ഇവിടെ? ഇന്നലെ രാത്രി എത്തി. എല്ലാവരും ഒരു കുടുംബമാണോ? എങ്ങനെ വന്നു? ബസ്സിൽ വന്നു. പൊങ്കാലയ്ക്ക് വരുമ്പോൾ സന്തോഷമാണ്. ഇന്ന് ഇവിടെയാണോ അതോ വേറെ പോവോ? ഇല്ല, ഇന്ന് ഇവിടെയാണ്. ശരി, എല്ലാരും കൊണ്ടുവന്നോ? എല്ലാരും എത്തിയില്ലേ ഇവിടെ? ശരി, ഇനിയിപ്പം ഈ പൊങ്കാല ഇടുമ്പോ ഒരു സന്തോഷമാണ്. എങ്ങനെയാണ്? വളരെ സന്തോഷമാണ്. നമ്മുടെ മുമ്പിൽ വന്നൊരു പൊങ്കാല ഇടുന്നതിന് എല്ലാ വർഷവും ആണെങ്കിൽ വരുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ഇവിടെ വരണമെന്ന്. എന്നാലും ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല നമ്മുടെ മുമ്പിൽ നിന്ന്. നിങ്ങൾ എത്ര പേര് പൊങ്കാല ഇടുന്നുണ്ട്? ഞങ്ങൾ 4 പേര്. എന്തുകൊണ്ട് എന്തോ ഒന്ന് പൊങ്കാലയ്ക്ക് തിരക്കൊക്കെ അല്ലേ? എന്താ സന്തോഷമാണോ തിരുവനന്തപുരത്ത് വരുന്നത്? സന്തോഷമാണ്. വിശപ്പായി നാളെ പൊങ്കാല ഇടുമ്പോ അതൊക്കെ കണ്ടുണ്ടോ? മുമ്പ് കണ്ടുണ്ടോ പൊങ്കാല ഇടുന്നതൊക്കെ? കണ്ടുണ്ട്. ആണോ? സന്തോഷമാണോ ഇത്? അപ്പൊ നാളെ അവരോട് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് കൊട്ടാരക്കരയിൽ നിന്ന് എത്തിയ ഒരു കുടുംബമാണ്. അത്തരത്തിൽ പല സ്ഥലത്ത് നിന്ന് എത്തിയവരുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം, കാരണം ഇതാണ് അടയാളം. കാരണം അവരുടെ സ്ഥാനങ്ങൾ പിടിച്ചുകൊണ്ട് അവർ ഇവിടെ എല്ലാം ഈ ചുടുകട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള വ്യക്തികളാണ്. ഇപ്പം കൊട്ടാരക്കരയിൽ എത്തിയവരെ കണ്ടു, കണ്ണൂരിൽ നിന്ന് എത്തിയവരെ കണ്ടു, കൊല്ലത്ത് നിന്ന് എത്തിയവരെ കണ്ടു. അത് ഈ വഴിയോരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ സഞ്ചികളുണ്ട്. അവരുടെ ഈ പറയുന്ന ഏറ്റവും അടിസ്ഥാനം, അതായത് പൊങ്കാല തുടങ്ങുന്ന ഏറ്റവും അടിസ്ഥാനം, അത് 3 ചുടുകട്ടയും ചുമന്നുകൊണ്ട് അവർ അടുപ്പ് കൂട്ടാനുള്ള ആ ഒരു അടിസ്ഥാനം എല്ലാം പാകിയിരിക്കുകയാണ്. അവർ സ്ഥാനം പിടിച്ചിട്ടിരിക്കുകയാണ്. ചേച്ചി അവസാനഘട്ട വാങ്ങിക്കുകയാണോ? അവസാനഘട്ട കാര്യങ്ങൾ വാങ്ങിക്കുന്ന പരിപാടിയിലാണല്ലേ? എന്താ, എങ്ങനെയുണ്ട്? ഏറ്റവും നല്ലതാണ്. എല്ലാ വർഷവും ഈ നല്ലതിന് വേണ്ടി വരും. നല്ലതിന് വേണ്ടി വരുന്നതാ. അവസാനത്തെയാണോ? ബാക്കി ചുറ്റുപാട് സ്ഥലം പിടിച്ചോ? ഞങ്ങൾക്ക് സ്ഥിരം ഇടുന്ന സ്ഥലമുണ്ട്, ഈ കരമന എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞങ്ങൾ ഇടുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ കട്ടയും കലവും ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ട് പോകും. ഇനിയിപ്പോ ഇന്നത്തെ അവസാനഘട്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നാളെയാണ് പൊങ്കാല. അപ്പം ഇന്ന് ഞങ്ങള് ഇപ്പൊ കലവും കട്ടയൊക്കെ മേടിച്ചോണ്ട് പോയിട്ട് പൂവൊക്കെ മേടിച്ച് മാല കെട്ടും. അത് കഴിയുമ്പോ ഞങ്ങള് കുറച്ചു നേരം വിശ്രമിക്കും. അത് കഴിഞ്ഞ് ഊണ് കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് ഞങ്ങൾ ഇവിടെ വരും. എന്നിട്ട് ഞങ്ങള് നമ്മള് ദൂരേന്ന് വരുന്നില്ല, അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. വിശ്രമം വേണം ഇടയ്ക്കിടയ്ക്ക് അല്ലേ? നാളത്തേക്കുള്ള എനർജിയൊക്കെ. ഞങ്ങൾ ഇന്നലെ ഫുള്ള് രാത്രി ഉറങ്ങിയിട്ടില്ല. ഞങ്ങള് ഇവിടെ 11:15 അമ്പലത്തിൽ വന്നതാ. തൊഴുതിറങ്ങിയപ്പോ 2:45. അത് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി. എന്തായാലും നാളത്തെ ദിവസം കഴിയുന്ന ഒരു ഉറക്കവും എല്ലാം മാറ്റി വെക്കാനുള്ള തീരുമാനത്തിലാണ്. അതെ തന്നെ. എല്ലാ വർഷവും ഇടാറുണ്ട്. എല്ലാ വർഷവും. ഇത് 10ാമത്തെ വർഷം ഇടാറുണ്ട്. അപ്പൊ ഇത് നാളെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ത് തോന്നുന്നു? വെയിലാണേലും ചൂടാണേലും ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇടും. ഞങ്ങൾക്കത് പുണ്യമാണ്. എല്ലാ വർഷവും തുടരും. എല്ലാ വർഷവും ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ തുടരും. ചേട്ടനാണോ ഇത് വിൽക്കുന്നത്? എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടങ്ങൾ? തുടങ്ങിയിട്ടില്ലെന്ന്. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കാണ് ആൾക്കാർ വന്നു തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ട്രെയിനൊക്കെ ആൾക്കാർ. അതിനുശേഷമാണ് ഞങ്ങളെ കച്ചവടങ്ങൾ. നാളെ രാവിലെ തൊട്ട് രാത്രി തൊട്ട് നാളെ രാവിലെ വരെയാണ് ഞങ്ങളെ കച്ചവടം. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ചേട്ടനെ ചിലപ്പോൾ കാണാൻ പറ്റില്ല, മൊത്തം ആളിൽ പൊതിഞ്ഞ് നിൽക്കുകയായിരിക്കും. പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇവിടെ ഇപ്പോൾ പൊങ്കാലൊക്കെ നിറഞ്ഞെന്ന് വരാം. അപ്പോൾ ഇത് അതിനിടയ്ക്ക് ഈ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ഇവിടെ കിടക്കുന്നുണ്ട്. പൊങ്കാലക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വരണുണ്ട്. അത് ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മാർക്കറ്റിൽ 2 വരിയായിട്ട് ആൾക്കാർ മൊത്തം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാർ വന്നും പോയി നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അമ്മേ, എത്ര പൊങ്കാല ഇട്ട് കാണും? എത്ര പൊങ്കാല ഇതുവരെ ഇട്ട് കാണും? 10ാമത്തെ. ഉറപ്പാണോ? 10ാണോ? പത്താമത്തെ. അപ്പം ഓരോ പൊങ്കാല പുതിയായിട്ട് ഇടുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത്? മനസ്സിൽ തോന്നുന്നത് എന്തോ മനസ്സിനൊരു ഒരു വീട്ടിലൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന് അരിപ്പാട്ടുനിന്ന് ഞങ്ങൾ ഇവിടം വരെ വരുന്നത്. അരിപ്പാടുന്ന് വരികയാണ്? അരിപ്പാട് ഞങ്ങളുടെ വീട്. അരിപ്പാട് വേലായുധന്റെ അടുക്കല ഞങ്ങള്. അതെ. ശരി, അപ്പൊ ഇത് എത്ര നാൾ മുമ്പ് ഈ ഒരുക്കങ്ങൾ തുടങ്ങും? മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പോണം എന്നൊക്കെ. ഞങ്ങളിപ്പോ 1 മാസം കൊണ്ടാണ് ഇത് പോക്ക് ഒരുക്കിയത്. 1 മാസമായിട്ട് ഒരുങ്ങാണ്. അവസാനം നാളെയാണ് ആ ദിവസം. അതെ, സന്തോഷം. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഞങ്ങള് ഇന്ന് വന്ന് കൃഷ്ണ ഭഗവാന്റെ അടുക്ക കയറി തൊഴുതു. പിന്നെ അവിടുന്ന് ഹനുമാൻ ഭഗവാന്റെ അടുക്ക കയറി തൊഴുതു.
അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കലവും അപ്പൊ എല്ലാവരെയും കണ്ടൊടുവിൽ ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നാളെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോ പുതിയൊരു ഓർമ്മയാണ്, 10ാമത്തെ പൊങ്കാലയുടെ ഓർമ്മ അല്ലേ? അല്ലേ? അപ്പൊ എല്ലാരെയും സ്വാഗതം ചെയ്തു. ഹരിപ്പാടുന്ന് വരെയല്ലേ? അപ്പൊ എല്ലാരും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്തോ, പറഞ്ഞോ. ഞങ്ങൾ ജീവിക്കാത്ത സ്വാഗതം. അങ്ങനെ എല്ലാരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ സ്വാഗതം ചെയ്യാൻ പറഞ്ഞപ്പോൾ മാത്രം ചെറിയൊരു നാണം വന്നു. പക്ഷേ പൊങ്കാലയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അത്യാവേശമാണ് എല്ലാവരുടെയും മുഖങ്ങളിലുള്ളത്. കാരണം 10ാമത്തെ പൊങ്കാലയെ കുറിച്ചാണ് പറയുന്നത്. കാരണം 9 പൊങ്കാലകളുടെ സ്മരണകളുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും വരാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പൊങ്കാലയുടെ അനുഭവം ഇവരെ കൊണ്ട് എത്തിക്കുന്നു. അവർ കൂട്ടമായി എത്തുന്നു, പല നാട്ടുകളിൽ നിന്ന് എത്തുന്നു. അത് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ വലിയ സന്തോഷം തന്നെയാണ് നമുക്കും അനുഭവപ്പെടുന്നത്.